ആണ്. ശ്രീമതി നെജു, ഇവിടെ ഇപ്പോൾ സുൽഫത്തിനേക്കാൾ മാറി നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ ഒരു പക്ഷേ ഒരു യോജിപ്പുണ്ട് എങ്കിൽ പോലും ജീവിത രീതികൾ വ്യത്യസ്തമാണ്. മതത്തിൽ നിന്നുകൊണ്ട്, മതത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ അതിൽ ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി പോരാടുന്ന വ്യക്തിയാണ് നെജു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ മതത്തിൽ വിശ്വസിക്കുന്ന താങ്കൾ ഉൾപ്പെടെയുള്ള ആർക്കെങ്കിലും തല താഴ്ത്തിക്കൊണ്ടല്ലാതെ ഇത് ഞങ്ങളുടെ മതപണ്ഡിതനാണ് എന്ന് പറയാൻ കഴിയുമോ? ഒരു തരത്തിലും നമ്മൾക്കതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ആ സ്ത്രീ അവരുടെ എത്രയോ ദുരിതപർവങ്ങൾ താണ്ടി വന്ന സ്ത്രീയാണ് അവര് ഇപ്പൊ അവരുടെ ഈ മാധ്യമങ്ങൾ വഴി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ 30കളിൽ അവരുടെ പങ്കാളി മരണപ്പെട്ടതാണ്. അന്ന് അവരുടെ ഇളയ കുട്ടിക്ക് 7 മാസം, അതായത് ഒരു കൈക്കുഞ്ഞാണെന്ന് അവരുടെ ഇളയ കുട്ടി കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവരുടെ പങ്കാളി നഷ്ടപ്പെടുന്ന അവര് ജീവിതത്തിൽ തനിച്ചാവണ്. അന്ന് അവരുടെ ഒപ്പം കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മാതാവും വൃദ്ധനായ പിതാവും ഉണ്ട്. സ്വന്തമായിട്ട് വീടില്ല. ആ ഘട്ടത്തിലാണ് ആ സ്ത്രീ തനിച്ചായി പോണത്. അവര് സ്വന്തം നയിച്ചിട്ടാണ് ജീവിതം കരിപ്പിടിപ്പിക്കുന്നത്, മക്കളെ പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് അവരെ വിവാഹം കഴിക്കുന്നു. ഇതെല്ലാനും കഴിഞ്ഞ് അവരുടെ ജീവിതത്തിന്റെ എല്ലാനും കഴിഞ്ഞപ്പോഴേ അവരവരുടെ പ്രാരാബ്ധങ്ങളൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞ സമയത്ത് അവരുടെ മക്കളോടൊപ്പം ഒരു യാത്ര പോയതിൽ ഇവർക്ക് എന്താണ് ഇത്ര കുഴപ്പം? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത സംഗതി. ഇപ്പൊ നേരത്തെ സുൽഫത്ത് ടീച്ചർ പറഞ്ഞ പോലെ പലപ്പോഴും ഇവര് ആക്ഷേപിക്കുന്ന ഒരു വിഷയം, ഈ ഇസ്ലാമിക വസ്ത്രധാരണം എന്ന് പറഞ്ഞിട്ട് ഇവര് അതിൽ എന്തെങ്കിലും കുറവ് കാണുമ്പോൾ അത്തരം സ്ത്രീകളെ വിമർശിക്കാനുള്ള ഒരു ത്വര നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഈ സ്ത്രീയുടെ കാര്യത്തില് അതുകൂടി അവർക്ക് പറയാൻ പറ്റൂല. അങ്ങനെ ഒരു ഘട്ടത്തില് അവര് ഈ 55 വയസ്സിൽ അവരവരുടെ മക്കളോടൊപ്പം യാത്ര പോയതിൽ ഇവര് ഇത്ര ബേജാറാവണത് എന്തിനാന്നാണ് നമ്മൾക്ക് മനസ്സിലാവാത്തുള്ളത്. ഇവര് പഠിച്ച ഏത് ഗ്രന്ഥത്തിലാണ് വിധവകളായ സ്ത്രീകള്, പങ്കാളി നഷ്ടപ്പെട്ട സ്ത്രീകള് വീടിന്റെ മൂലയിൽ ഇരുന്നിട്ട്, അങ്ങനെ തന്നെയാണ് ആ പണ്ഡിതനാമധാരിയായിട്ടുള്ള അല്ലെങ്കിൽ ആ വേഷധാരിയായിട്ടുള്ള ആ മനുഷ്യൻ പറയണത്, വീടിന്റെ മൂലയിൽ ഇരുന്നിട്ട് ദിക്കറും സ്വലാത്തും, അതായത് പ്രാർത്ഥന ചൊല്ലി വീട്ടിലിരിക്കണം എന്നാണ് പറയണത്. ഇതൊക്കെ ഇവര് ഏത് മതഗ്രന്ഥം ധരിച്ചിട്ടാണ് ഈ പറയണത്? നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ, ഇസ്ലാമിക ചരിത്രം പഠിച്ചു വരുമ്പോൾ, അത് മാത്രമല്ല ശ്രീമതി നെജു, 55 വയസ്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 55 വയസ്സ് മാത്രമാണ് ഈ ഉമ്മയ്ക്കുള്ളത്. അതിനകം ഇത്രയധികം പ്രാരാബ്ധങ്ങൾ നടന്നുപോയി. അപ്പോൾ എത്ര വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും എന്നതൊക്കെ, അനീതിയുടെ ഏതൊക്കെ ഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും എന്നത് ഓർക്കണം. ഏതാണ്ട് അവരുടെ തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ പ്രായം തോന്നുന്ന ഒരു മനുഷ്യനാണ് വല്യമ്മ വീട്ടിൽ പോയി ഇരിക്കാൻ പറയുന്നത്. അതെ, ഇത് ഇവർക്ക് മാത്രം കേൾക്കേണ്ടി വന്ന ഒരു ആരോപണമല്ല. നേരത്തെ മാം പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടെ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം കഴിച്ചപ്പോൾ ഞാനൊരു 59 വയസ്സുള്ള സ്ത്രീയാണ്. ഞങ്ങളെ ഇവിടെ പൗരോഹിത്യം ആക്ഷേപിച്ചത് വയസ്സനും വയസ്സത്തി എന്ന് വിളിച്ചിട്ടാണ് ആക്ഷേപിച്ചത്. അതൊക്കെ അവരുടെ പ്രയോഗങ്ങളാണ്. അത് അവർ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ പുറകോട്ട് വലിക്കാനായിട്ട്, അവരെ കയറില്ലാതെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സൂത്രങ്ങളാണ് അതെല്ലാരും. അതിലൊക്കെ സ്ത്രീകൾ വീണു പോവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് സമൂഹത്തിനോട് പറയാനുള്ളൂ. നമ്മൾ ചരിത്രം പഠിച്ചു വരുമ്പോൾ ചരിത്രത്തില് യുദ്ധം നയിച്ച സ്ത്രീകളുണ്ട്, കച്ചവട സംഘങ്ങളെ നയിച്ച സ്ത്രീകളുണ്ട്, അതത് കാലത്തുണ്ടായിരുന്ന കായികമായിട്ടുള്ളതും കലാപരമായിട്ടുള്ള ആസ്വാദനങ്ങളിൽ മുഴുകിയിരുന്ന സ്ത്രീകളുണ്ട്. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കൂടി പഠിക്കുന്നുണ്ട്. പിന്നെ ഈ സ്ത്രീ ഒരു അന്യ സംസ്ഥാനത്ത് മഞ്ഞിൽ പോയി കളിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. യാത്ര പോയതിൽ എന്താണ് തെറ്റ്? അവരിനി അന്നത്തെ കാലത്ത് ഇവര് പറയണ, ഇവരിപ്പൊ ഈ 6-ാം നൂറ്റാണ്ടും ഒക്കെ പറഞ്ഞു വരുമ്പോഴേ, ആ കാലത്തെ പറയുമ്പോഴേ അന്നത്തെ കാലം അതായിരുന്നു. ആ കാലത്ത് ആചാരങ്ങളെയും അന്നത്തെ സംസ്കാരത്തിനെയും അന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അന്ന് നിലനിന്നിരുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഇതിലേക്ക് ചേർത്തിണക്കേണ്ട കാര്യം തന്നെ ഇല്ല. കാലം പുരോഗമിക്കണ, അന്ന് റീൽസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ റീൽ ചെയ്തിരുന്നില്ല, അത്രയും തന്നെ ഉള്ളൂ. ഇപ്പോ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയും വ്യാപകമായ കാലത്ത് അവരുടെ സന്തോഷമുള്ള കാര്യങ്ങൾ അവര് നവമാധ്യമങ്ങളിൽ ഇട്ടതിന് അവർക്ക് എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ? അത് അവരുടെ സന്തോഷമല്ലേ? അവരുടെ ദുഃഖത്തിന്റെ ഇടയിൽ, അവരുടെ ആ ആപത്തിന്റെ ഘട്ടത്തില് അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യത്തിന്റെ ഘട്ടത്തില് ഈ സമുദായ സംഘടനകളെ ഏതെങ്കിലും വന്ന് ഇടപെട്ടിട്ടുണ്ടാവോ? അപ്പൊ അന്നൊക്കെ നിശബ്ദരായിരുന്ന, അന്നൊന്നും ഇടപെടലുകൾ ഇല്ലാതിരുന്ന ഈ മനുഷ്യന്മാര് അവരുടെ സന്തോഷത്തിൽ എന്തിനാണ് ഇത്ര ബേജാറാവണത്? അവര് മഞ്ഞുവാരി കളിക്കട്ടെ, അവര് സന്തോഷിക്കട്ടെ. അവരെത്ര സങ്കടത്തിൽ കൂടി കടന്നു വന്ന സ്ത്രീയാണ്.
അവരതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനായിട്ട് ഏത് വേദഗ്രന്ഥമാണ് ഇവരുടെ കയ്യിലുള്ളത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഈ പൗരോഹിത്യം ഏത് വിഭാഗത്തിൻ്റെതായാലും എന്നും സ്ത്രീ വിരുദ്ധമാണ്, എന്നും മാനവിക വിരുദ്ധമാണ്, എന്നും മനുഷ്യത്വ വിരുദ്ധമാണ്. എത്രയോ പരാമർശങ്ങൾ, എത്രയോ പ്രഭാഷണങ്ങളാണ് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കേട്ടുവരുന്നത്. ഇപ്പൊ ഈ നവമാധ്യമങ്ങൾ വഴി ഇത് കുടുംബത്തിലേക്ക് വല്ലാതെ പ്രചരിക്കുകയാണ്. ഇത് സ്ത്രീകളെ വല്ലാത്ത മാനസിക ആഘാതം ഉണ്ടാക്കുന്നുണ്ട് സ്ത്രീകളിൽ. ആ സ്ത്രീ തന്നെ അന്ന് അനുഭവിച്ച സന്തോഷമൊക്കെ ഇവര് തല്ലിക്കെടുത്തില്ലേ? ഈ അടുത്ത ദിവസം അവരുടെ ഏറ്റവും അടുത്തൊരു ബന്ധു മരിച്ച വീട്ടിൽ അവർക്ക് പോകാൻ പറ്റിയില്ല. എന്താണ് ഇവർ ഇതുവഴി നേടുന്നത്? ഈ ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന ഒരു ജനവിഭാഗമല്ലേ ഈ സ്ത്രീകള്. ഇവർക്ക് ഭരണഘടന അനുവദിക്കുന്ന ലിംഗനീതിയുണ്ട്, സമത്വമുണ്ട്, സാഹോദര്യമുണ്ട്. എല്ലാരും ഇവർ ഈ മതത്തിന്റെ പേര് പറഞ്ഞ് തച്ചുടച്ച് കളയല്ലേ? ഇതൊക്കെ സ്ത്രീകള് നിവർന്ന് നിന്നിട്ട് പറയാൻ തയ്യാറാവണം. ഞങ്ങൾ വിശ്വാസികളൊക്കെ തന്നെയാണ്, പക്ഷെ ഞങ്ങൾ ഈ ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലെങ്കിൽ എന്റെ റബ്ബ് എന്റെ കണ്ഠനാടിയേക്കാൾ അടുത്താണ്. ഞാനും എന്റെ റബ്ബും കൂടിയുള്ള ഞങ്ങൾ തമ്മിൽ സംവദിച്ചോളാം. ഞാൻ അങ്ങനെ തന്നെ എന്റെ നരകവും സ്വർഗവും ഈ തലയെക്കെട്ടുകാരും അല്ലെങ്കിൽ ഈ പണ്ഡിതന്മാരെന്ന് അഭിരമിക്കുന്ന ആളുകൾ തീരുമാനിക്കേണ്ട. എന്റെ സ്വർഗവും നരകവും ഞാൻ എന്റെ റബ്ബും കൂടി തീരുമാനിച്ചോളാന്ന് സ്ത്രീകൾ നിവർന്നു നിന്ന് പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവരുടെ അപ്രമാദിത്യം അതോടുകൂടി അവസാനിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീമതി സുൽഫത്ത്,